Angamaali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഞായറാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കാനൂർ പഞ്ചായത്തിൽ വ്യാപക കൃഷിനാശം. വൈകിട്ട് 5 മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ വാഴകൃഷിയാണ് നശിച്ചത്. ഞായറാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കാനൂർ പഞ്ചായത്തിൽ വ്യാപക കൃഷിനാശം. വൈകിട്ട് 5 മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ വാഴകൃഷികളാണ് നശിച്ചത്. പ്രത്യേകിച്ച് 17-ാം വാർഡിൽ എയർപോർട്ട് റിംഗ് റോഡിന് സമീപം കൃഷി ചെയ്തിരുന്ന വാഴത്തോട്ടങ്ങളാണ് കാറ്റിൽ നിലം പൊത്തിയത്. വിളവെടുപ്പിന് ഭാഗമായ കുലച്ച വാഴകളാണ് ഭൂരിഭാഗവും നശിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ശശി. ഞാൻ സൊസൈറ്റിയിൽ നിന്ന് വാഴയ്ക്ക് ലോൺ എടുത്താണ് കൃഷി ചെയ്യണത്. ഇന്നലത്തെ കാറ്റിന് 5 മണിക്കുണ്ടായ കാറ്റിൽ മൊത്തം വാഴ നശിച്ചുപോയി. ഇവിടെ നട്ടേക്കണത് 13,000 വാഴ, അതിൽ 8,000 വാഴയോളം പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു 60 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് എത്രയും വേഗം നഷ്ടപരിഹാരം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടാൻ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നെന്ന് ഞങ്ങൾ അപേക്ഷിക്കണം. കൊലയ്ക്കാത്ത വാഴ നിസ്സാര വാഴയുള്ളൂ. കൊലച്ചതാണ് 90% വാഴ. ആ 2 മാസം കഴിഞ്ഞാൽ വെട്ടണ വാഴകളാണ്. എൻ്റെ പേര് ഗിരിജ എന്നാണ്. ഞങ്ങൾ സാധാരണ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്താണ് കൃഷി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സഹായങ്ങൾ തരണം. പാട്ടത്തിനാണ് എടുക്കുന്നത്. നമ്മുടെ കാഞ്ഞൂർ പഞ്ചായത്തിൽ ഉടനീളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജാതി, വാഴ തുടങ്ങി ഒരുപാട് വിളകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 17-ാം വാർഡിലെ ശശിചേട്ടൻ്റെ തോട്ടമാണ്. ഇവിടെ ഏകദേശം 8,000 വാഴയോളം പോയിട്ടുണ്ട്. ആകെ 13,000 വാഴയാണ് ചെയ്തിട്ടുള്ളത്. 8,000 വാഴയോളം പോയിട്ടുണ്ട്. 2023-ലും ഇതേപോലെ 10,000 വാഴ നഷ്ടപ്പെട്ട കർഷകനാണ് ശശിചേട്ടൻ. അപ്പോൾ നമ്മൾ 1000, 500, 400 അങ്ങനെ പലവിധ കണക്കിൽ ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും വിളവെടുക്കാറായ വാഴകളാണ്. നികത്താൻ കഴിയാത്ത വളരെ അധികം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കായ്ച്ചു നിൽക്കുന്ന ജാതികളും ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 5 ഈ പ്രദേശത്താകെ വമ്പൻ കാറ്റടിക്കുകയും മഴ പെയ്യുകയും അതിനോടനുബന്ധിച്ച് നിരവധിയായ കൃഷി നാശം സംഭവിക്കുകയും പോസ്റ്റുകൾ അടക്കം ഒടിഞ്ഞു വീണുകൊണ്ട് വൈദ്യുതി തകരാറ് സംഭവിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ പ്രദേശത്ത് തന്നെ 8,000-ത്തിലധികം വാഴ ഇന്നലെ ഉണ്ടായ കാറ്റിൽ ഒടിഞ്ഞു വീണ അവസ്ഥ നിലനിൽക്കുകയാണ്. കൊലച്ച് വെട്ടാറായ നിരവധി വാഴകളാണ് ഇതിൽ അധികവും എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ശശി എന്ന ഒരു കർഷകൻ ഈ പ്രദേശത്താകെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ശശി ചേട്ടൻ്റെ ആണ് ഇത്രയും വാഴ നശിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തെ ആളുകൾക്ക് വർഷത്തിൽ മുഴുവൻ ദിവസവും ജോലി നൽകുന്ന ഒരു കൃഷിക്കാരൻ കൂടിയാണ് ശശിചേട്ടൻ. ഈ ശശിചേട്ടന് സംഭവിച്ചിട്ടുള്ള ഈ നാശനഷ്ടത്തിൽ കൃത്യമായി ഇടപെടുകയും അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ എന്ന നിലയിൽ ആവശ്യപ്പെടുകയാണ്. തോട്ടത്തിൽ വീട്ടിൽ ശശി, കോഴിക്കാടൻ അലൻജോയ് തുടങ്ങി നിരവധി കർഷകർക്കാണ് ഈ പ്രകൃതി ദുരന്തത്തിൽ കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടായത്. ഇവർക്ക് പുറമെ പഞ്ചായത്തിലെ മറ്റു പലയിടങ്ങളിലും കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് കൃഷിഭവൻ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. കർഷകർക്കുണ്ടായ നഷ്ടം കണക്കാക്കി അടിയന്തര സഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ ഇന്നലത്തെ വൈകുന്നേരത്തെ പ്രകൃതിക്ഷോഭത്തിൽ ശക്തമായ കാറ്റായിരുന്നു. കാറ്റിനകത്ത് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ ഏകദേശം പുതിയടം, കാഞ്ഞൂർ മേഖലയിൽ, പാറപ്പുറം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒത്തിരി കർഷകരുടെ വാഴ, ജാതി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 10,000-ത്തിലധികം വാഴ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നശിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതിയുടെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 40ഓളം പോസ്റ്റുകൾ പഞ്ചായത്തിൽ ഒടിഞ്ഞ് ലൈൻ കമ്പി പൊട്ടിയിട്ടുണ്ട്. അത് KICBയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പണികൾ ആരംഭിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിൽ ഒരു ഭാഗത്തും ഇതുവരെ കറണ്ട് പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. അതുമായി KICBയും അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൃഷി ഓഫീസർ നമ്മുടെ കർഷകരുടെ ഫീൽഡ് സന്ദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിൽ നാച്ചുറൽ കലാമിറ്റിയിലും അതുപോലെ തന്നെ വന്നിരുന്ന നഷ്ടങ്ങൾ
കർഷകർക്ക് പൂർണ്ണമായിട്ടും കൊടുക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇന്നലത്തെ പ്രകൃതിക്ഷോഭത്തിൽ കർഷകർക്ക് വലിയേറെ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പഞ്ചായത്ത് തയ്യാറാണ്. ഇന്നലെ രാത്രി തന്നെ റോഡിലും മറ്റും ബ്ലോക്കായി കിടന്ന മരങ്ങളെല്ലാം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി തന്നെ വെട്ടി മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ട് പഞ്ചായത്ത് ശ്രമിച്ചു. മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു.